ഹലോ, ഇന്ന് ഞാൻ ഈവനിങ്ങിൽ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുവിധം തലേ ദിവസം തന്നെ ഒരുക്കി വെക്കാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം നാളെ ഉപ്പേരിക്കായിട്ട് ഞാൻ അമരക്കയാണ് ഉദ്ദേശിക്കുന്നത്. അമരക്ക കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ അത് നുറുക്കി വെച്ചാൽ രാവിലെ ഉപ്പേരിക്ക് വേഗം ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യണതാണ്. അമരക്ക നന്നായി കഴുകിയിട്ട് അതിൻ്റെ നമ്മൾ രണ്ട് സൈഡിലും ഒരു നാര് പോലൊരു സാധനം ഉണ്ടാവുമല്ലോ, അത് കളയണ തിരക്കിലാണ്. അത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഇങ്ങനെ അമരക്ക ബീൻസ് അങ്ങനത്തെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ അരിഞ്ഞു വെക്കാറുണ്ട്. എനിക്കങ്ങനെ ചെയ്യുമ്പോൾ ജോലി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ അമരയുടെ ഉള്ളിൽ നമ്മൾ ചെറിയ ചെറിയ പുഴുക്കൾ, ഒരു കറുത്ത കുത്തുണ്ടെങ്കിൽ നമ്മൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ അതിൽ വല്ല കേടോ പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ കാണാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പൊളിച്ച് നോക്കും കേട്ടോ. അതിനുള്ളിൽ വല്ല കേടും ഉണ്ടോ എന്ന് ഇങ്ങനെ തുറന്ന് നോക്കാറുണ്ട്. ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പുറത്താ കുത്തിയേ ഉണ്ടാവുള്ളൂ, ഉള്ളിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിയാണ് കേട്ടോ. അമരക്ക ബീൻസ് പോലുള്ള സാധനങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ചെറുതായി കുഞ്ഞിനെ അരിഞ്ഞിട്ട് അത് ഉപ്പേരിയിൽ എണ്ണയിലൊക്കെ ആണെങ്കിൽ നല്ലോണം വാട്ടിയെടുക്കുമ്പോൾ, വെള്ളമൊന്നും ചേർക്കാതെ നന്നായി വാട്ടിയെടുക്കുമ്പോൾ എനിക്കതിന് ടേസ്റ്റ് കൂടുന്ന പോലെ തോന്നാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ, അമരക്കൊക്കെ. പിന്നെ ഞാൻ നന്നായി ചെറുതാക്കി നുറുക്കിയിട്ട് അങ്ങനെ ഐസ്ക്രീം കണ്ടെയ്നറിൽ ഇട്ട് വെക്കാതിരിക്കണം കേട്ടോ. വേറെ പാത്രമൊന്നുമില്ല, ഐസ്ക്രീം കണ്ടെയ്നറിൽ തന്നെയാണ് ഇട്ട് വെക്കണത്. അങ്ങനെ ഇട്ടിട്ട് ഞാനത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ് ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കറിക്ക് എന്താ വെക്കുക നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് മുരിങ്ങക്കായ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തിട്ട് അത് പരിപ്പിട്ടിട്ട് നാളെ ഒരു കറി വെക്കാം എന്ന് എഴുതിയിട്ട് അത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ തലേ ദിവസങ്ങളിൽ ജോലികൾ ഇങ്ങനെ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് പിന്നെ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ തോന്നുന്നില്ല, വേഗമായി തോന്നും. അല്ലെങ്കിൽ കുറേ സമയം പോണ പോലെ തോന്നാറുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ രാത്രി ചെയ്ത് വെക്കുമ്പോൾ അതൊരു വലിയ ആശ്വാസമായിട്ട് തോന്നാറുണ്ട് കേട്ടോ. ഒക്കെ ഇങ്ങനെ ഐസ്ക്രീം ബോൾ കൂടെയൊക്കെ ആക്കി വെക്കും. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ചെറിയൊരു ടൈമാണെങ്കിലും രാവിലെ ഒക്കെ ഹറിബറി ആകുമ്പോൾ ഒരു പണിയല്ലേ, അതില്ലായിരിക്കും. പിന്നെ രാവിലെ ഉമ്മ മീൻ മസാല ഇടുമ്പോഴുണ്ട്, അത് അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നാളെ അതൊന്നും എടുക്കുക എന്ന് കരുതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പരിപ്പും മുരിങ്ങക്കായും കറി വെക്കാമെന്ന്. അപ്പോൾ അതിൽ കുറച്ച് തേങ്ങ വേണം. രാത്രിക്കും തന്നെ ഒരു കറി വെക്കാൻ, ബീഫ് ഉണ്ടായി കുറച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വേണം. അപ്പോൾ ഞാൻ നാളേക്ക് ഉള്ളത് ഇങ്ങനൊരു ബോക്സിലെടുത്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. ഇന്നേക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ വറുത്ത് കറി വെക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി രാവിലത്തേക്കും കൂടി ചിലപ്പോൾ ഉണ്ടാവും, കറി ഇതാത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം.